ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ ദിനങ്ങൾ പോകുന്തോറും ഹരീഷിന്റെയും അനഘയുടെയും പ്രേമം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലാത്തിനും ഒത്ത കൈയായി തന്നെ സ്നേഹയും അനഘയുടെ ഒപ്പം തന്നെയുണ്ട്. അതേസമയം അനഘയുടെയും സ്നേഹയുടെയും മറഞ്ഞു നിന്നുള്ള സംസാരവും ഫോൺ വിളിയും ഒക്കെ തന്നെ കണ്ട് സംശയത്തിൽ നിൽക്കുകയാണ് അർച്ചന. എന്താ പ്രശ്നമെന്ന് അർച്ചന ചോദിക്കുന്നുണ്ടെങ്കിലും ഒന്നുമില്ലെന്ന് പറഞ്ഞ് രണ്ടുപേരും ഒരുമിച്ച് ഒഴിഞ്ഞു മാറുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഹരീഷ് വിളിക്കുമ്പോൾ അനഘ സ്നേഹയ്ക്ക് കൊണ്ട് ഫോൺ കൊടുക്കുന്നതാണ്. അങ്ങനെ ഹരീഷിനോട് സ്നേഹത്തോടെ സ്നേഹ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ധനുഷ് അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. തുടർന്ന് സ്നേഹയുടെ സംസാരം കേൾക്കുന്ന പെട്ടെന്ന് തന്നെ സ്നേഹയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി തന്റെ ചെവിയിലേക്ക് വെക്കുകയാണ്. എത്ര വിളിക്കേണ്ടെന്ന് കരുതിയിട്ടും വിളിക്കാതിരിക്കാൻ പറ്റുന്നില്ലടാ. ഞാൻ നിന്നെ അത്രയ്ക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കൂടി ഹരീഷ് പറയുമ്പോ കോള് കട്ട് ചെയ്തിട്ട് ദേഷ്യത്തോടെ ധനുഷ് ചോദിക്കുകയാണ്, ആരാടി ഇവൻ? ഇപ്പൊ തന്നോട് സംസാരിച്ചത് ആരാണെന്നാ ഞാൻ ചോദിച്ചതെന്ന് ധനുഷ് ദേഷ്യത്തോടെ ചോദിക്കുമ്പോ ഒന്നും പറയാനാകാതെ പേടിയോടെ നിൽക്കുകയാണ് സ്നേഹ. സ്നേഹയെ വിളിച്ചുകൊണ്ട് ഹാളിലേക്ക് പോവുകയാണ് ധനുഷ്. ധനുഷിന്റെ ശബ്ദം കേട്ടുകൊണ്ട് എല്ലാവരും താഴേക്ക് വരുന്നു. എന്താ ധനുഷ്, എന്തു പറ്റിയെന്ന് സന്ദീപ് ചോദിക്കുമ്പോ ധനുഷ് പറയുകയാണ്, ഇപ്പൊ ഇവിടെ ഒരു സംഭവം ഉണ്ടായി. എന്റെ ഭാര്യയ്ക്ക് ഒരു കാമുകനുണ്ടെന്ന സത്യം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയതെന്ന് ധനുഷ് പറയുമ്പോ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് എല്ലാവരും. എനിക്കെന്താണെങ്കിലും ഇനിയും സ്നേഹമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്നും എനിക്ക് ഡിവോഴ്സ് വേണമെന്നും ധനുഷ് പറയുമ്പോ ഇത് കേട്ട് ഞെട്ടലോടെ സ്നേഹ ധനുഷിനെ നോക്കുന്നു. അതേസമയം തന്നെയാണ് അനഘ താഴേക്ക് വരുന്നത്. എന്താ, എന്തു പറ്റിയെന്ന് അനഘ ചോദിക്കുമ്പോ സ്നേഹയും ധനുഷുമായിട്ട് ഇനി ഒത്തുപോകില്ലെന്നും സ്നേഹയ്ക്ക് മറ്റൊരു വഴിവിട്ട ബന്ധമുണ്ടെന്നും അർച്ചന പറയുന്നു. ഇവന് ഇനിയും സ്നേഹമായിട്ട് മുന്നോട്ടുള്ള ജീവിതം കൊണ്ടുപോകാൻ സാധിക്കില്ലെന്നും ഡിവോഴ്സ് വേണമെന്നുമാ ധനുഷ് പറയുന്നതെന്ന് അർച്ചന പറയുമ്പോ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അനഘ. തുടർന്ന് അനഘ പറയുകയാണ്, ഇവളല്ല തെറ്റുകാരി, ഞാനാ തെറ്റുകാരി. സത്യത്തിൽ ഇവൾക്ക് അങ്ങനെ ഒരു അഫയറുമില്ല. എനിക്കാണ് ഇപ്പോൾ ഒരു റിലേഷൻ ഉള്ളത്. ആളുടെ പേര് ഹരീഷ് എന്നാണ്. ഞാൻ പറഞ്ഞിട്ടാണ് സ്നേഹ ഹരീഷിനോട് ഫോണിൽ സംസാരിച്ചതെന്ന് കൂടി അനഘ പറയുമ്പോൾ കേൾക്കുന്ന എല്ലാവരും ദേഷ്യത്തോടെ അനഘയെ നോക്കുകയാണ്. ഇതിനുള്ള ശിക്ഷ ഇവൾക്ക് കൊടുത്തേ പറ്റൂ. അർച്ചനടുത്ത് തന്നെ പറ, ഇവൾക്ക് എന്ത് ശിക്ഷ കൊടുക്കണമെന്ന് ദേഷ്യത്തോടെ സന്ദീപ് പറയുമ്പോൾ എല്ലാവരും ദേഷ്യത്തോടെ അനഘയെ നോക്കുകയാണ്. പേടിയോടെ എല്ലാവരെയും നോക്കുന്ന സ്നേഹയും അനഘയെ കാണിച്ചുകൊണ്ട് പ്രൊമോ വീഡിയോയുടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.